അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി ബുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് ആവശ്യമായിട്ട് വരിക നമ്മുടെ കുറച്ച് നോട്ട്ബുക്ക് പേജസാണ്. നിങ്ങൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് നിങ്ങൾ പേജസ് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു 3-4 പേജസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആ പേജ് രണ്ടായി ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അവിടുന്ന് അതുവരെ ഒരു പോയിൻ്റ് തൊട്ട് ഈ പോയിൻ്റ് വരെ നമ്മൾ നന്നായി അത് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പേജസ് നമുക്ക് എത്ര ആണോ നമുക്ക് സൈസ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എത്ര ആണോ ഒരു തിക്നെസ് വേണ്ടത്, ആ തിക്നെസ്സിനനുസരിച്ച് നമ്മൾ പേജ് എടുക്കണം. എന്നിട്ട് അതേപോലെ മുന്നത്തെ പോലെ തന്നെ നമ്മളത് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ 2 സൈഡും കട്ട് ചെയ്തെടുക്കണം. നമുക്ക് പേജ് മറിക്കാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ മറ്റേ സൈഡ് നമ്മൾ എത്ര പേജസാണോ എടുക്കണത് അത്രയും പേജസ് നമ്മൾ ഇതേപോലെ സൈഡിൽ 2 സൈഡിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് സ്കെയിലെടുത്ത് എക്സസ് ആയിട്ടുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ എക്സസ് ആയിട്ടുള്ള ഭാഗം നമുക്കത് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഒരു അഭംഗിയായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഫുള്ള് കട്ട് ചെയ്ത് ഈച്ച് ആൻഡ് എവരി കോർണേഴ്സിൽ നിന്ന് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഏത് ടൈപ്പ് ഗ്ലൂ ആവും, ഞാനിപ്പോൾ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ ആണെന്നുണ്ടെങ്കിലും പേപ്പർ ഒട്ടിക്കാൻ പറ്റുന്ന ഗ്ലൂ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഏതാ ഗ്ലൂ ഉള്ളത് ആ ഗ്ലൂവിനനുസരിച്ച് നിങ്ങൾ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കണം. കറക്റ്റ് പേപ്പർ മറിക്കുമ്പോൾ കറക്റ്റ് പേപ്പർ താഴെ പോവാതെ ഒട്ടി നിന്നിട്ട് തന്നെ മറിക്കാൻ പറ്റുന്ന ലെവലിൽ നമ്മൾ ഈ പേപ്പർ ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഓരോ പേപ്പേഴ്സും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതേപോലെ നിങ്ങളും ഇതേപോലെ ചെയ്യണം. അതിനുശേഷം എൻ്റെ കയ്യിൽ കുറേ മുന്നേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഒരു മിഠായി കവറാണിത്. നല്ല ഭംഗി കണ്ടപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ്. അതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കവറിന് പകരം ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിലൊരു ചാർട്ട് പേപ്പർ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു കവർ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു കവറാണ് ഈ ഒരു മിനി ബുക്കിൻ്റെ കവറായിട്ട് യൂസ് ചെയ്യുന്നത്. അതങ്ങനെ ഞാൻ ഈ കവറ് ഗ്ലൂ തേച്ച് കൊടുത്ത് പേസ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ മുകളിൽ. എന്നിട്ട് എക്സസ് ആയിട്ട് വരുന്ന ഭാഗം ഞാൻ ഉള്ളിലോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഉള്ളിലോട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്കി സൈഡിൽ ആ ഒരു ബുക്ക് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ബാലൻസ് വന്ന സൈഡ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമേ ഭംഗിയിൽ കിട്ടുള്ളൂ. എന്നിട്ട് എൻ്റെ അടുത്ത കവറ് കൂടി ഞാൻ ഗ്ലൂ തേച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിളാണ്. എല്ലാ സൈഡിലും നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കറക്റ്റ് ഒട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കോർണേഴ്സിലും ചെയ്യണം. അതേപോലെ സെൻറ്റർ പോർഷനിലും കുറച്ചും കൂടെ കൂടുതൽ ഗ്ലൂ തേച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കണം, ഇതിൻ്റെ ഒരു ബാക്ക് കവറ്. അങ്ങനെ എക്സസ് ആയിട്ടുള്ളത് നമ്മൾ ബാക്കിലോട്ട് അതിൻ്റെ ബുക്കിൻ്റെ ബാക്ക് ഉണ്ടാവും, ബുക്കിൻ്റെ ആ ഒരു അറ്റം ഉണ്ടാവുമല്ലോ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ്, അവിടെ നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഒരു മിനി ബുക്ക് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ ഉള്ളിലുള്ള പേജസിൽ എക്സസ് ആയിട്ടുള്ള ആ ഒരു മിഠായിൻ്റെ കവറ് താഴോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണിത്. അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കും ചെയ്യുക, പക്ഷേ ഫോൾഡ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബുക്ക് റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു.